ലോകത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ഇന്ത്യയുടെ ചരിത്രം ആവർത്തിച്ച് ISRO വീണ്ടും ചന്ദ്രനിൽ ഒളിച്ചിരിക്കുന്ന രഹസ്യം മറഞ്ഞേക്ക് കൊണ്ടുവരികയാണ്. മുൻപ് ചന്ദ്രോപരിതലത്തിൽ നിരവധി മൂലകങ്ങളുടെ സാന്നിധ്യമാണ് ചന്ദ്രയാൻ 3 കണ്ടെത്തിയിരുന്നതെങ്കിൽ ഇപ്പോൾ ഇതിനേക്കാളുമൊക്കെ പ്രാധാന്യമേറെ ഒരു കണ്ടെത്തലാണ് ISRO നടത്തിയിരിക്കുന്നത്. 2009 സെപ്റ്റംബർ 24-ന് ISRO തന്നെയായിരുന്നു ആദ്യമായി ചന്ദ്രനിൽ വെള്ളത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയത്. അന്ന് ഉപരിതലത്തിൽ 0.01% മാത്രമാണ് ജലസാന്നിധ്യം ഉള്ളതായി കണ്ടെത്തിയിരുന്നത്. എന്നാൽ ഇന്ന്, അതായത് 2024 ഏപ്രിൽ 30-ന് ISRO സമാനമായ എന്നാൽ വളരെയധികം പ്രതീക്ഷ നൽകുന്ന ജലവുമായി ബന്ധപ്പെട്ട മറ്റൊരു വിവരമാണ് പുറത്തുവിട്ടത്. ചന്ദ്രന്റെ ധ്രുവപ്രദേശങ്ങളിലെ വാട്ടർ ഐസിനേക്കാൾ 5 മുതൽ 8 ഇരട്ടി വരെ ഐസ് ഉപരിതലത്തിന് തൊട്ട് താഴെയായി 1-2 മീറ്ററിനുള്ളിൽ ഉണ്ടാകാമെന്നതാണത്. ISROയുടെ തന്നെ സ്പേസ് ആപ്ലിക്കേഷൻ സെന്ററിലെ ചില ശാസ്ത്രജ്ഞന്മാരും IIT കാൺപൂർ, IIT ഡാൻബാദ്, യൂണിവേഴ്സിറ്റി ഓഫ് സദേൺ കാലിഫോർണിയ, ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറി എന്നിവിടങ്ങളിലെ ഗവേഷകരും സംയുക്തമായി നടത്തിയ പഠനത്തിനൊടുവിലാണ് ഈ കണ്ടെത്തൽ നടത്തിയത്. ഭാവിയിൽ മനുഷ്യർ ചന്ദ്രനിൽ നടത്തുന്ന ദീർഘകാല പര്യവേഷണത്തിന് നിർണായകമായ പങ്കുവഹിക്കാൻ പോകുന്നതിലൊന്നാണ് ഈ കണ്ടെത്തൽ. ഇതിനു പുറമെ നോർത്ത് ആൻഡ് പോളാർ റീജിയണിൽ സൗത്ത് പോളിനേക്കാൾ ഇരട്ടിയോളം വാട്ടർ ഐസ് ഉണ്ടാകാമെന്നും അവർ കണ്ടെത്തി. അതുപോലെ തന്നെ ഈ ഐസിന്റെ ഉത്ഭവത്തെ പറ്റിയുള്ള 2 പോസിബിലിറ്റീസും അവർ മുന്നോട്ട് വെച്ചു. അതിലൊന്നാമത്തത്, ഇംബ്രിയൻ കാലഘട്ടത്തിൽ ചന്ദ്രനിൽ ഉണ്ടായിരുന്ന അഗ്നിപർവ്വത സ്ഫോടനങ്ങളിൽ നിന്നും പുറത്തു വന്ന വാതകങ്ങൾ, പ്രത്യേകിച്ചും നീരാവി, ചന്ദ്രന്റെ ദ്വീപപ്രദേശങ്ങളിൽ ഐസായി മാറിയതാകാമെന്നും അതല്ലെങ്കിൽ ജലത്തിന്റെ സാന്നിധ്യമുള്ള നിരവധി ഉൽക്കകളുടെ പതനം മൂലവും ഈ പ്രദേശങ്ങളിൽ ഇങ്ങനെ ജലം ഐസായി മാറിയതാകാമെന്നുമാണ് അവരുടെ നിഗമനം. ഈ ജലത്തിന്റെ ഉൽപ്പത്തിയെപ്പറ്റി അല്ലെങ്കിൽ ഇതിന്റെ വിതരണത്തെപ്പറ്റി മനസ്സിലാക്കുവാൻ ലൂണാർ റെക്കഗ്നൈസർ ഓർബിറ്ററിൽ ഉൾക്കൊള്ളിച്ച റഡാർ, ലേസർ, ഒപ്റ്റിക്കൽ ന്യൂട്രോൺ സ്പെക്ട്രോമീറ്റർ, അൾട്രാവയലറ്റ് സ്പെക്ട്രോമീറ്റർ, തെർമൽ റേഡിയോമീറ്റർ എന്നിവ പോലുള്ള 7 ഇൻസ്ട്രുമെന്റ്സിന്റെ ഡേറ്റയാണ് ഇവർ ഉപയോഗിച്ചത്. എന്നിരുന്നാലും കൃത്യമായ രീതിയിൽ ഇത് രണ്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം. എന്നിരുന്നാൽ കൂടി ചന്ദ്രയാൻ 2-ന്റെ ഡ്യുവൽ ഫ്രീക്വൻസി സിന്തറ്റിക് അപ്പേർച്ചർ റഡാർ ഇൻസ്ട്രുമെന്റ്സിൽ നിന്നുമുള്ള പോളാരിമെട്രിക് റഡാർ ഡേറ്റ ഉപയോഗിച്ച് ധ്രുവപ്രദേശങ്ങളിലെ ഗർത്തങ്ങളിലെ ഐസിന്റെ സാന്നിധ്യത്തെ കണ്ടെത്തിയ മുന്നത്തെ പഠനങ്ങളെയെല്ലാം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതായിരുന്നു ഇതെന്ന് പറയാം. ഈ ഡേറ്റ ഉപയോഗിച്ച് ഭാവി കാലങ്ങളിൽ ചന്ദ്രന്റെ ധ്രുവപ്രദേശത്ത് ലാൻഡ് ചെയ്യുവാനും സാമ്പിളുകൾ ശേഖരിക്കുവാനും നമ്മൾ അയക്കുന്ന ഉപഗ്രഹങ്ങളെ ഗൈഡ് ചെയ്യുവാനാകുമെന്നാണ് ഇവർ അഭിപ്രായപ്പെടുന്നത്.